അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് തന്നെ വാങ്ങണം കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ സോഫ്റ്റായിട്ടുള്ള ബണ്ണ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആ കട്ട് ചെയ്ത ബണ്ണ് ഞാനൊന്ന് നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറച്ച് കട്ടിയുണ്ട്, അപ്പോൾ ഒന്ന് ബലം പ്രയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ അതാ മിക്സ് ചെയ്ത ബട്ടറിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലൂസ് ആക്കി എടുത്തുകൊണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ബണ്ണിൽ തേച്ച് കൊടുക്കാം. ഒട്ടും കുറക്കണ്ട, നന്നായി തേച്ച് കൊടുത്തോ. അതിന് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീരെ പിശുക്ക് കാണിക്കാണ്ട് നല്ല തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ബണ്ണും ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നന്നായി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ബൺ മസ്ക് റെഡിയായി. ഇനി ഇറാനി ചായ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഈ ചായ ഇഞ്ചും ഗ്രാമ്പും ഏലം ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഞാനതിൽ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഇട്ടിട്ടൊന്ന് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇനി അതൊന്ന് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇങ്ങനെ തന്നെ ഇറാനി ചായ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇറാനി ചായ ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. അപ്പോൾ അതാ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കാം. അപ്പോൾ ഇത് ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വാർന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ല ബൺ മസ്കയും ഇറാനി ചായ എന്ന് പറയുന്നുണ്ട്, അതറിയില്ല എങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബൺ മസ്ക അതാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.